ഹായ് ഓൾ. നമുക്കിത് സബ്ജക്റ്റ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ. അപ്പോൾ നമ്മളുടെ കെയർ തന്നെ നമ്മളെ തന്നെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ നിർത്തുകയാണ്. അപ്പോൾ എന്താണ് ഈ സെൽഫ് ലവ്? നമുക്ക് എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? സെൽഫ് ലവ് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കുകയും നല്ലത് മാത്രം ചെയ്യുന്ന, ഇടയിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ക്വാളിറ്റികളുള്ള നമ്മൾ തന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കെപ്പോഴും ഒരു സെറ്റിംഗ് ബൗണ്ടറീസ് ഉണ്ട്, ഹെൽത്തി ബൗണ്ടറീസ്, ഒരു പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനായിട്ട് പറ്റുള്ളൂ. അവിടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സിനകത്ത് അപ്പോൾ ഒരു സെൽഫ് അവെയർനെസ്, നമുക്കറിയാം ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഫുൾ കൺട്രോളിലാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഈ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ഒരു ഹാബിറ്റ് ഓഫ് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്കത് പലപ്പോഴും നമ്മൾ ജേർണൽ ചെയ്ത് വെക്കും, ലിസ്റ്റ് ചെയ്ത് വെക്കും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുമ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകാറുണ്ട്. അപ്പം അത് നമുക്ക് നല്ല ഹെൽത്തിലേക്കും ഒരു സ്പിരിച്വൽ അവെയർനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ആ പോസിറ്റീവ് അഫർമേഷൻസ് പലപ്പോഴും അത് ഡെവലപ്പ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തായിട്ട് നമുക്കതൊരു സെൽഫ് എംപവർമെൻറ്റിന് സഹായകമാകും. പല ആൾക്കാരും ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാ ആൾക്കാർക്കും തന്നെ ഡൗൺസ് ഉണ്ട്. ഈ ഡൗൺസ് ഉള്ളപ്പോൾ ഒരു സെൽഫ് എംപവർമെൻറ്റിൻ്റെ ഒരു അഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്ലോലി നമ്മളത് റെസീലിയൻസിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അപ്പോൾ നമുക്ക് ഈ സെൽഫ് ലവ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് നമ്മളോട് തന്നെയാണ്. അപ്പം ന്യൂട്രീഷ്യസ് ഈറ്റിംഗ്, റെഗുലർ എക്സസൈസ്, അതുപോലെ തന്നെ സഫീഷ്യൻറ്റ് സ്ലീപ്പ്, അതേപോലെ തന്നെ സെൽഫ് ലവിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഡിജിറ്റൽ ഡീടോക്സ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ എല്ലാത്തിൽ നിന്നും കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു റെഗുലർ ബ്രേക്ക് എടുക്കും. അതുപോലെ തന്നെ ഒരു മെൻ്റൽ വെൽബീയിങ് നമ്മൾ തന്നെ തയ്യാറാക്കും. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അതേപോലെ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രയോറിറ്റൈസിങ് സ്ലീപ്പ്. ഇപ്പം ഈ സ്ലീപ്പ് സഫീഷ്യൻ്റ് ഇല്ലെങ്കിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റാലിറ്റി നഷ്ടപ്പെടും. അതായത് ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയും, സെൻസറി ആക്ടിവിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സഫീഷ്യൻ്റ് സ്ലീപ്പ് റൊട്ടീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ലവ് കൂടുമ്പോഴത്തേക്കും ഇഫ് യു ഗോട്ട് എ പ്രോബ്ലം നമുക്കത് സോൾവ് ചെയ്യാം. നമ്മളെ കൊണ്ടത് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങോ തെറാപ്പിയോ പ്രൊഫഷണൽ സപ്പോർട്ടോ നമുക്കവിടെ ഇമോഷണൽ വെൽബീങ് എടുക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ യു ക്യാൻ ലേൺ സേയിങ് നോ. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോടൊക്കെ നോ, ഒരുപാട് കാര്യങ്ങളോട് ഓവർ കമ്മിറ്റ്മെൻറ്റും സ്ട്രെസ്സും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫിസിക്കൽ സെൽഫ് കെയർ, നമുക്കവിടെ ഒരു ഫിസിക്കൽ സെൽഫ് കെയറിനകത്ത് ഒരു റൊട്ടീൻ മാത്രമല്ല, ഗ്രൂമിങ്, പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ ഒരു ഇമേജ് മാനേജ്മെൻറ്റ്, ഗ്രൂമിങ് ആൻഡ് ഇമേജ് മാനേജ്മെൻറ്റ്. പിന്നെ അതേപോലെ തന്നെ വളരെ ഇതാണ് ക്വാളിറ്റി എലോൺ ടൈം. നമുക്ക് കുറച്ച് സമയമെങ്കിലും നമ്മൾ ബി ദ കമ്പനി വിത്ത് യുവർ സെൽഫ്, നമ്മളുമായിട്ട്. അപ്പോൾ ഒരു സോളിറ്റ്യൂഡിൽ നിങ്ങളിരിക്കുന്ന, അതിൽ നിന്ന് സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയുള്ള സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് ഹോബീസ്, നമ്മുടെ പാഷനിലേക്കുള്ള പെർസ്യൂട്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഡെഡിക്കേറ്റഡ് ടൈം നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിന്, അപ്പോൾ അവിടെ സന്തോഷത്തിനായിട്ടുള്ള സമയം കണ്ടെത്തുക, ഒരു ഫുൾഫിൽമെൻ്റ് ഉള്ള സമയം കണ്ടെത്തുക. അതേപോലെ തന്നെ നമുക്ക് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഓൾ ഓഫ് എ സഡൻ മാരകമായ രോഗങ്ങളൊന്നും കണ്ടെത്തില്ല, കാരണം എല്ലാം നമ്മൾ നേരത്തെ തന്നെ സ്ക്രീൻ ചെയ്ത് ചെക്കപ്പ് ചെയ്ത് പോകും. അതേപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് വിഷ്വലൈസേഷൻ, വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് അത് ലൈഫിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ഗോൾ ഉണ്ടാകുക. അതേപോലെ തന്നെ നമുക്ക് കണക്റ്റിംഗ് വിത്ത് നേച്ചറുമായിട്ട് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റീജുവിനേറ്റ് അവർ മൈൻഡ് ആൻഡ് ബോഡി, എസ്പെഷ്യലി നേച്ചറുമായിട്ട് കൂടി കിട്ടുക. അപ്പോൾ അതുപോലെ ഡീക്ലട്ടറിങ് ഫിസിക്കൽ സ്പേസ്, നമ്മളിരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം കൊണ്ട് കൂട്ടുന്നതിന് പകരം എല്ലാം കൃത്യമായി ഓർഡറിൽ, റെഗുലറായി, ബ്യൂട്ടിഫുള്ളായി, ഇസ്തെറ്റിക്കായിട്ട്. അപ്പോൾ ലീവിങ് സ്പേസൊക്കെ വളരെ ഇസ്തെറ്റിക്കായിട്ട് ഡീക്ലട്ടർ ചെയ്ത് മാറ്റിവെച്ച്. അപ്പോൾ അതേപോലെ തന്നെ അഫൈമിങ് പേഴ്സണൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മൂല്യമില്ല ആദർശങ്ങൾ എന്നാണ് എടുക്കാം.
അപ്പോൾ നമ്മളുടെ ആദർശങ്ങൾക്ക് ചേർന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പേഴ്സണൽ വാല്യൂസിന് ചേരാത്ത, കോർ വാല്യൂ ആയിട്ട് ചേരാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യോഗയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താം, മെഡിറ്റേഷന് വേണ്ടി സമയം കണ്ടെത്താം. ഡെയിലി റൊട്ടീൻ്റെ ഇടയ്ക്കോടെ ഇത് നമുക്ക് വേണമെങ്കിൽ പറ്റും. അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വർക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മാനേജിങ് അവർ ഇമോഷണൽ റെസ്പോൺസസ്, ചിലരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ലതാണ്. എന്താണ് നമ്മളൊരു വെൽബീങ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിജിറ്റൽ വെൽബീങ്, എസ്റ്റാബ്ലിഷിങ് ഹെൽത്തി ഹാബിറ്റ്സ് അറൗണ്ട് ടെക്നോളജി. പിന്നെ അതുപോലെ തന്നെ സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ലാർജർ ഗോള് അതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ മാനേജബിൾ യൂണിറ്റ് ആയിട്ട് നമുക്കൊരു വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം 12 അല്ലെങ്കിൽ പിന്നെ ആ 12 നമ്മൾ 30 വീണ്ടും ആ 30 നമുക്ക് വേണമെങ്കിൽ 2 3 4 ഒരു ദിവസത്തിനകത്ത് തിരിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ മാനേജബിൾ ആൻഡ് അച്ചീവബിൾ സ്റ്റെപ്സ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ബിൽഡിങ് എ സപ്പോർട്ട് സിസ്റ്റം. നമുക്കെപ്പോഴും തന്നെ മാക്സിമത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും ഒരു ഗ്രൂപ്പ് വേണം. അപ്പോൾ ഒരു വളരെ കൾട്ടിവേറ്റ് മീനിങ് ഫുൾ കണക്ഷൻസ് വിത്ത് സപ്പോർട്ടീവ് ഇൻഡിവിജ്വൽസ്. പിന്നെ നമുക്ക് സെൽഫ് ലവിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് മൈൻഡ്ഫുൾ ബ്രീതിങ് പ്രാക്ടീസസ്, ഡീപ്പ് ബ്രീതിങ് പ്രാക്ടീസസ്, റിലാക്സേഷൻ. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലേണിംഗ് ടു ഫോർഗീവ് ആൻഡ് റിലീസ് റീസെൻമെൻറ്റ്. നമുക്ക് ചെറിയ നീരസവും പകയൊക്കെ ഉണ്ടെങ്കിൽ ഫോർഗീവ്നെസ് ഫോർ ഇന്നർ പീസ്. നമുക്കാണ് ഇന്നർ ഹൈജീനാണ്, മൈൻഡിനെ നമ്മൾ സ്വയം ക്ലീൻ ആക്കുകയാണ്. ഇനി ട്രാവൽ ആൻഡ് എക്സ്പ്ലോറേഷൻ, പ്ലാൻ ഒക്കേഷണൽ ട്രിപ്പ്. അപ്പം വല്ലപ്പോഴും അത് ഒരു നമ്മുടെ ചേഞ്ചിങ് സീനറി അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഇണങ്ങിയ സ്ഥലത്തേക്ക് പോവുക. അതുപോലെ നമുക്ക് സെൽഫ് കെയറിൻ്റെ ഭാഗമാണ് ഫൈനാൻഷ്യൽ വെൽബീങ്, എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫോർ പീസ്. അപ്പോൾ അവിടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ വളരെ എടുത്തു പറയുന്നൊരു കാര്യം, എല്ലാവരും ഒരു 70 വരെയൊക്കെ ചിന്തിക്കും. വാട്ട് വിൽ ഹാപ്പൻ ബിയോണ്ട് 70 to 100. അപ്പം ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്കത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എത്രമാത്രം ഇൻഡിപെൻഡൻസ് എടുക്കാൻ മാത്രം പറ്റിയ നിക്ഷേപങ്ങളും മറ്റും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസിങ് പോസിറ്റീവ് സോഷ്യൽ മീഡിയ. നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പോൾ എപ്പോഴും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്ന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ്. നമ്മുടെ ടാസ്കുകളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ആദ്യം ചെയ്ത്, അപ്പം ആ ടാസ്കിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കണം നമ്മൾ അത് നമുക്കൊരു 100 മാർക്ക് കൊടുക്കാവുന്ന കാര്യം 80 മാർക്ക് കൊടുക്കാവുന്ന, 70 മാർക്ക്, 60 മാർക്ക്, 40 മാർക്ക്, 30 മാർക്ക്, 20 മാർക്ക്, 10 മാർക്ക്. അത് അല്ലാതെ നമ്മൾ ആദ്യം കയറി 10 മാർക്കിൻ്റെ കാര്യം ചെയ്യാനായിട്ട് പാടില്ല, 10 പോയിൻറ്റ്സുള്ള ചെയ്യാൻ പാടില്ല. ഈ വളരെ ഇഫക്റ്റീവായിട്ട് ടൈം നമ്മൾ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ റീഡിങ് ഒരു എൻജോയ്മെൻ്റ് ആയിട്ട്. റീഡിങ്ങിനുള്ള സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഴ്ച ഇപ്പോഴത്തേക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഒരു ബുക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് പെട്ടെന്ന് നമ്മൾ വായിക്കും. തന്നെയല്ല, ഒരു ബുക്കൊക്കെ തീരാൻ നമുക്ക് ഒരു ദിവസം വേണ്ട. അത് ഇപ്പോഴത്തേക്ക് അത്യാവശ്യമുള്ളത്, പിന്നീടുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമുക്കത് വളരെ നല്ലതാകും. പിന്നെ ലാഫ്റ്റർ തെറാപ്പി പിന്നെ അത് നമുക്ക് പലപ്പോഴും ഭയങ്കരമായി നമ്മുടെ ബോഡി കെമിസ്ട്രിയെ മാറ്റിക്കഴിയും. അപ്പോൾ ഒരു ജെന്യുവിൻ ലാഫ്റ്റർ കൊണ്ടുവരുവാണെങ്കിൽ. പിന്നെ സെൽഫ് റിഫ്ലക്ഷൻ വേണ്ടി സമയം കണ്ടെത്തുക. റെഗുലറായിട്ട് സെൽഫ് റിഫ്ലക്ഷനും ഒരു ഇൻട്രോസ്പെക്ഷനും എടുക്കുക. അതുപോലെ എക്സ്പ്രസിങ് ഇമോഷൻസ്, പർട്ടിക്കുലർലി നമ്മുടെ റേഞ്ച് ഇമോഷൻസ് ഒക്കെ ഉണ്ട്, അതിനെ സ്ലൈറ്റ് ആക്കിയിട്ട് നമ്മൾ എൻഡ് ഓഫ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് ഇട്ടാൽ പോലും നമുക്ക് അത്രയും ആശ്വാസം കിട്ടും. ആൻഡ് കൾട്ടിവേറ്റിംഗ് റെസീലിയൻസ്, നമ്മൾ ഡൗൺ ആയി പോയിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ അതൊരു ഏത് ചാലഞ്ചസ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരിക. പോസിറ്റീവ് സോഷ്യൽ കണക്ഷൻസ് എല്ലാം കൊണ്ടുനടക്കുക. അതൊക്കെ കിട്ടുന്ന നമുക്കൊരു നല്ല ചെടിയാണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്ന പോലെ അതിനെ പരിപാലിക്കണം ബന്ധങ്ങളെ. പിന്നെ എപ്പോഴും നിങ്ങളെ സറൗണ്ട് യുവേഴ്സൽ വിത്ത് പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ഫ്രണ്ട്സ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് വേണം നമുക്ക് ബന്ധം. പിന്നെ ലേണിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യണം. ആവശ്യമുള്ള നമുക്ക് വളരെ നേട്ടമുള്ള മേഖലയിലേക്ക് നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ആർട്ട് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അതിൽ നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ അതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. പിന്നെ നമ്മൾ വോളണ്ടിയറിങ്, മറ്റുള്ളവർക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൈൻഡ്നെസ് ആക്ട്. പിന്നെ നമ്മളെപ്പോഴും അഫേം ചെയ്യണം നമ്മുടെ സെൽഫ് വർത്ത്. ഞാൻ ഡയമണ്ടിനെ കഴിഞ്ഞു, നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുന്നതാണ്
നല്ലത് ചെയ്യാനായിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോൾ റെക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സ്ട്രെങ്ത്, അത് നമ്മൾ അംഗീകരിക്കുമ്പം ആ സ്ട്രെങ്ത് വൺസ് യു ഫോക്കസ് അത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സെൽഫ് കെയർ റിച്വൽസ് നമ്മൾ പാലിക്കണം, ഡെയിലി ആൻഡ് വീക്കിലി ഷെഡ്യൂൾ വെച്ചിട്ട്. പിന്നെ ഇടയ്ക്കൊരു അൺപ്ലാൻഡ് ലീഷറൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് വേണമെങ്കിൽ പോകാം, ഓൾ ഓഫ് എ സഡൻ വേണേൽ ഫാമിലിക്ക് അത് കൊടുക്കാം. എപ്പോഴും നമ്മൾ കീപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എപ്പോഴും നല്ല ഒരു വളരാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പേഴ്സണൽ ലൈഫ്, അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫുമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ അവിടെ ബൗണ്ടറീസ് നമുക്കെപ്പോഴും ലൈഫ് ബാലൻസിന് വേണ്ടി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ നർച്ചറിങ് റിലേഷൻഷിപ്പ്, അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾ നർച്ചർ ചെയ്ത് നമ്മളുമായിട്ട് സ്നേഹിച്ച് അടുത്ത് പോകുന്ന ആൾക്കാരുമായിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ സ്നേഹിക്കുക, ശരീരത്തിനെ പരിപാലിക്കുക, നർച്ചർ ചെയ്യുക. ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ കെയർ കൊടുക്കുക, സെൽഫ് കെയർ കൊടുക്കുക, സെൽഫ് കമ്പാഷൻ ഉണ്ടാക്കുക. പിന്നെ ഏത് ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് ഒരു കമ്പാഷൻ ഉണ്ടാകുക. പിന്നെ നമുക്ക് ജേണലിങ്, നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ റിഫ്ലക്ഷൻസ് ഒക്കെ മനസ്സിൽ വരുന്ന ആഴത്തിലുള്ള തോട്ടുകൾ, ഇപ്പോൾ പേഴ്സണൽ റിഫ്ലക്ഷൻസ് എഴുതുമ്പോൾ അത് നമുക്ക് പിന്നീട് പല കാര്യത്തിലും ഉപയോഗിക്കാൻ പറ്റും. തന്നെയല്ല അതും ഒരു തെറാപ്പിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ്, നമ്മുടെ എല്ലാ വിജയങ്ങളും നമ്മൾ അക്കംപ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും സെലിബ്രേറ്റ് ചെയ്യുമ്പം നമ്മുടെ വിജയം ഇങ്ങനെ കൂടി വരുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റീസാണ് സ്നേഹിക്കുന്നത്, ആ ക്വാളിറ്റീസ് ഉയരാൻ തുടങ്ങും. അപ്പം വീണ്ടും നിങ്ങൾ ആഴത്തിൽ നിങ്ങൾ കൂടുതൽ സെൽഫ് ലവ് കൂടുമ്പോഴത്തേക്കും നിങ്ങൾ ഈ നന്മ ചെയ്യാനായിട്ടുള്ള, നന്മയിലേക്കുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു കമ്പൽഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് മോശം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ദെൻ യു വിൽ ബിക്കം എ ഗുഡ് സോൾ. അപ്പോൾ നിങ്ങൾക്കൊരു മാക്സിമം സെൽഫ് ലവ് ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ. എല്ലാ നന്മകളും വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.